ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷാബി സോണ്ടർ. ഷാബി സോണ്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ടെക് റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോണിലെടുക്കുന്ന വീഡിയോസ്, ഫോട്ടോസ്, ഫയൽസ് നമ്മൾ പി സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, അതായത് ലൈറ്റ്നിങ് കേബിൾ യൂസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു എറർ കാണിക്കുന്നു. ആ എറർ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോലെ കം ഓൺ. അപ്പോൾ നമ്മളിന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് iPhone 11 ആണ്. iPhone 11 നമ്മൾ ഓൾറെഡി ലൈറ്റ്നിങ് കേബിൾ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നേരെ ഡെസ്ക്ടോപ്പിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഡെസ്ക്ടോപ്പിൽ ഐഫോണിൻ്റെ ഐക്കൺ എടുത്തു. അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾക്കിപ്പോൾ ഇതിൽ ആവശ്യമുള്ള ഫയൽസ്, അതായത് ഞാനിന്ന് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസാണ് ഞാൻ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. കോപ്പി, ദെൻ എൻ്റെ ഫോൾഡറിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എറർ. ഡിവൈസ് അറ്റാച്ച്ഡ് ടു ദ സിസ്റ്റം ഈസ് നോട്ട് ഫങ്ഷനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എററാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളതിൽ ജസ്റ്റ് ഒരു ഓക്കെ അടിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഫോണിലെ കുറച്ച് സെറ്റിങ്സിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ മതി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അതിൽ ഫോട്ടോസിലേക്ക് പോയതിന് ശേഷം അതിൻ്റെ ഏറ്റവും താഴത്ത് ഓട്ടോമാറ്റിക് എന്നുള്ളത് മാറ്റിയിട്ട് കീപ്പ് ഒറിജിനൽസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മിനിമൈസ് ചെയ്തിട്ട് വീണ്ടും കണക്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ സെറ്റിങ്സിൽ ചേഞ്ചൊക്കെ വരുത്തിയതിന് ശേഷം രണ്ടാമത് ലൈറ്റ്നിങ് കേബിൾ വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരെ മൈ കമ്പ്യൂട്ടറിൽ പോയി ഐഫോണിൻ്റെ ഇതിൽ തുറന്നു. അങ്ങനെ നമ്മൾ എടുത്ത ഫയൽ തന്നെ വീണ്ടും എടുക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള ഇപ്പോൾ തന്നെ എടുത്ത ഫയൽസ് മൊത്തം നമ്മളൊന്നും കൂടെ കോപ്പി ചെയ്യാണ്. കോപ്പി, ദെൻ എൻ്റെ ഫയലിൽ പോയിട്ട് നമ്മൾ പഴയതുപോലെ തന്നെ ഇവിടെ പേസ്റ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ എത്തതിനേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ ഭയങ്കര സ്ലോ ആയിരുന്നു, എന്നിട്ടാണ് ആ എറർ കാണിച്ചത്. ഇപ്പോൾ നേരത്തേക്കാളും ഫാസ്റ്റായിട്ട് അത് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, നമ്മൾ ആ ഒരു എറർ പോലും ഇല്ലാതെ എല്ലാ ഫയൽസ് പി സിയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഐഫോണിലെ ഈ ഒരു ഡാറ്റ ട്രാൻസ്ഫറിങ്ങിൻ്റെ പ്രോബ്ലം നല്ല രീതിയിൽ സഫർ ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനൊരു റെമഡി കിട്ടിയപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇൻ കേസ് ഫ്യൂച്ചറിൽ ഇനി ആരെങ്കിലും ഇങ്ങനത്തെ പ്രോബ്ലമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ഹെൽപ്പ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ സൈനിങ് ഔട്ട് ഫ്രം ഷാബി സോണ്ടർ.